ശ്യാമളാദണ്ഡകം 13 മുതലുള്ള ശ്ലോകങ്ങൾ. ദിവ്യകാലാമതോദ്വേല ഹേലാലസൽചക്ഷുരാന്തോളന ശ്രീ സമാക്ഷിപ്ത കർണൈക നീലോൽപലേ ശ്യാമളേ പൂരിതാശേഷലോകാഭിവാഞ്ചാഫലേ നിർമ്മലേ ശ്രീഫലേ. ദിവ്യകാലാമതോദ്വേലഹേലാലസൽചക്ഷുരാന്തോളന ശ്രീ സമാക്ഷിപ്ത കർണൈക നീലോൽപലേ. ഒറ്റ പദാണ്. ദിവ്യകാലാമതോദ്വേലഹേലാലസൽചക്ഷുരാന്തോളന ശ്രീ സമാക്ഷിപ്ത കർണൈക നീലോൽപലേ ശ്യാമളേ പൂരിതാശേഷലോകാഭിവാഞ്ചാഫലേ നിർമ്മലേ ശ്രീഫലേ. ഇവിടെ ഫാലം എന്ന് പറഞ്ഞാൽ നെറ്റി. അപ്പോൾ ഇവിടെ ദേവിയുടെ നെറ്റിത്തടത്തെ പറ്റി പറയുന്നു. ഫാലം ഇവിടെ ഹാലം ആണ്. ഹാല ദിവ്യകാലാമതോ കാലത്ത ദിവ്യമായ കാലത്താൽ മതിക്കപ്പെട്ടവളായ ഹാലം മധു തേനാണ്. ഉദ്വേളം എന്ന് പറഞ്ഞാൽ മതോദ്വേളം എന്ന് പറഞ്ഞാൽ ദിവ്യമായ ഹാലാമതോദ്വേളം. ഹാലം എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മധു തേനെന്നർത്ഥം. ഉദ്വേളം എന്ന് പറഞ്ഞാൽ കരകവിഞ്ഞ കവിഞ്ഞൊഴുകുന്നതിനെയാണ് ഉദ്വേളം. ഹേല എന്ന് പറഞ്ഞാൽ വിലാസം, ആനന്ദം എന്നൊക്കെ അർത്ഥം. ആക്ഷിപ്തം എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കപ്പെട്ട. അതായത് ദിവ്യകാലാമതോദ്വേല ഹേലാലസത് ചക്ഷുരാന്തോളന ശ്രീ സമാക്ഷിപ്ത കർണൈക നീലോൽപലേ. ദിവ്യസുധാരസം ആസ്വദിച്ച് മതോന്മത്തമായി തീർന്ന കണ്ണുകളിൽ നിന്ന് ഉതിരുന്ന ഐശ്വര്യപൂർണമായ കടാക്ഷങ്ങളുടെ ശോഭയിൽ കാന്തി നഷ്ടപ്പെട്ടെന്നു തോന്നിക്കുന്ന കരിങ്കൂവളപ്പൂക്കൾ കാതിലണിഞ്ഞവളും സകല ലോകരുടെയും ആഗ്രഹങ്ങളെ സാധിച്ചു തന്നനുഗ്രഹിക്കുന്നവളും ഐശ്വര്യപൂർണമായ ഫലങ്ങൾ ദാനം ചെയ്യുന്നവളും പരിശുദ്ധയുമായ ശ്യാമളാദേവി ജയിച്ചാലും എന്നിവിടെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ദിവ്യകാലാമതോദ്വേലഹേലാലസൽചക്ഷുരാന്തോളന ശ്രീ സമാക്ഷിപ്ത കർണൈക നീലോൽപലേ ശ്യാമളേ പൂരിതാശേഷലോകാഭിവാഞ്ചാഫലേ നിർമ്മലേ ശ്രീഫലേ. ദിവ്യസുധാരസമാസ്വദിച്ച് മതോന്മത്തമായി തീർന്ന കണ്ണുകളിൽ നിന്നുതിരുന്ന ഐശ്വര്യപൂർണമായ കടാക്ഷങ്ങളുടെ ശോഭയിൽ കാന്തി നഷ്ടപ്പെട്ടെന്നു തോന്നിക്കുന്ന കരിങ്കൂവളപ്പൂക്കൾ കാതിലണിഞ്ഞവളും സകല ലോകരുടെയും ആഗ്രഹങ്ങളെ സാധിച്ചു തന്നനുഗ്രഹിക്കുന്നവളും ഐശ്വര്യപൂർണമായ ഫലങ്ങൾ. അതാണ് ഇവിടെ വാഞ്ചാഫലേ ശ്രീഫലേ. ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, ഐശ്വര്യപൂർണമായ ഫലങ്ങൾ ദാനം ചെയ്യുന്നവളും. നിർമ്മലേ, നിർമ്മല എന്ന് പറഞ്ഞാൽ പരിശുദ്ധയായവളും ആയ ശ്രീഫലേ. അങ്ങനെയുള്ള ദേവി ശ്യാമളാദേവി ജയിച്ചാലും എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകം. സ്വേദബിന്ദുലസത് ഫാലലാവണ്യ നിഷ്യന്ത സന്തോഹ സന്ദേഹ കൃന്നാസികാമൗത്തികേ സർവവിശ്വാത്മികേ കാളികേ. ചൊല്ലണ്ട എങ്ങനെയാ? സ്വേദബിന്ദുലസത്ഫാലലാവണ്യ നിഷ്യന്ത സന്തോഹ സന്ദേഹ കൃന്നാസികാമൗത്തികേ സർവവിശ്വാത്മികേ കാളികേ. അതായത് സ്വേദബിന്ദു എന്ന് പറഞ്ഞാൽ വിയർപ്പു തുള്ളികൾ. അത് ലസിക്കുന്ന എന്ന് പറഞ്ഞാൽ വിയർപ്പു തുള്ളികൾ പൊടിയുന്ന നെറ്റിത്തടം. ഫാലലാവണ്യ നിഷ്യന്തം. ഫാലം നെറ്റിയാണ്. ആ നെറ്റിത്തടത്തിൻ്റെ സൗന്ദര്യം, ആ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന
ഒഴുകി ഇറങ്ങി എത്തിയതുപോലെ തോന്നിക്കുന്ന മൂക്കുത്തി അണിഞ്ഞവളും. മൂക്കുത്തി പറഞ്ഞ നിഷ്യന്തം ഒഴുക്കാണ്. നാസികാമൗക്തികം എന്ന് പറഞ്ഞില്ലേ, അതാണ് മൂക്കുത്തി. നാസികാമൗക്തികം അത് മൂക്കുത്തിയാണ്. ആ മൂക്കുത്തി അണിഞ്ഞവളും സർവമന്ത്രസ്വരൂപിണിയും കാളികാരൂപിണിയുമായ അമ്മ ജയിച്ചാലും. കാളികാരൂപിണിയുമായ അമ്മ ജയിച്ചാലും, അതായത് ശ്വേതബിന്ദുലസത് വിയർപ്പു തുള്ളികൾ കൊണ്ട് പൊടിയുന്ന നെറ്റിത്തടത്തിൻ്റെ ബാലലാവണ്യ നിഷ്യന്തം എന്ന് പറഞ്ഞാൽ നെറ്റിത്തടത്തിൻ്റെ സൗന്ദര്യം ഒഴുകിയിറങ്ങി എത്തിയതുപോലെ തോന്നിക്കുന്ന സന്തോഷ സന്ദേഹ കൃന്നാസിക മൂക്കുത്തി അണിഞ്ഞവളും സർവമന്ത്ര അല്ലേ സർവവിശ്വാത്മികേ കാളികി, വിശ്വാത്മിക സർവമന്ത്രസ്വരൂപിണിയും കാളികാരൂപിണിയും ആയ അമ്മ ജയിച്ചാലും. ശ്വേതബിന്ദുലസത്ഫാല ലാവണ്യ നിഷ്യന്ത സന്തോഷ സന്ദേഹ കൃന്നാസികാമൗക്തികേ സർവവിശ്വാത്മികേ കാളികേ. അടുത്ത ശ്ലോകം. മുക്തമന്ദോസ്മിത ഉദാരവക്ത്രസ്ഫുരത് പൂഗതാംബൂല കർപ്പൂരഖണ്ഡോൽക്കരേ ജ്ഞാനമുദ്രാകരേ സർവസമ്പത്കരേ പത്മഭാസ്വൽക്കരേ ശ്രീകരേ. മുക്തമന്ദസ്മിതോദാരവക്ത്രസ്ഫുരത് പൂഗതാംബൂലകർപ്പൂരഖണ്ഡോൽക്കരേ ജ്ഞാനമുദ്രാകരേ സർവസമ്പത്കരേ പത്മഭാസ്വത്കരേ ശ്രീകരേ. ചൊല്ലുമ്പോൾ അങ്ങനെ ചൊല്ലണം. ഇവിടെ മുക്തമന്ദസ്മിതോദാരവക്ത്രസ്ഫുരത്, മുക്തം എന്ന് പറഞ്ഞാൽ മോഹനമായത്. പൂകം എന്ന് പറഞ്ഞാൽ അടയ്ക്ക. താമ്പൂലം എന്ന് പറഞ്ഞാൽ വെറ്റില. പിന്നെ പത്മഭാസ്വതം എന്ന് പറഞ്ഞാൽ താമരയാൽ ശോഭിക്കുന്ന. അതായത് ഇവിടെ ഇതിൻ്റെ അർത്ഥം ഇടതടവില്ലാതെ മോഹനമന്ദസ്മിതം തൂകിക്കൊണ്ടിരിക്കുന്ന വായിൽ അടയ്ക്ക കഷ്ണങ്ങൾ ചേർന്ന താമ്പൂലം വെറ്റില. അപ്പം ദേവി മുറുക്കുന്നുണ്ട്, വെറ്റിലെ അടയ്ക്കയും ചവയ്ക്കുന്നു എന്നർത്ഥം. താമ്പൂലം അടയ്ക്ക കഷ്ണങ്ങളും കൂട്ടി വായിൽ ഇങ്ങനെ വെറ്റില ചവച്ചുകൊണ്ട്, അത് വായിൽ അടയ്ക്ക കഷ്ണങ്ങൾ ചേർന്ന താമ്പൂലം, പൂഗതാംബൂലം എന്നാണ് പറഞ്ഞത് അല്ലേ. എന്ത് ചെയ്ത് പൂഗതാംബൂല കർപ്പൂര കണ്ഠോൽക്കരേ. കർപ്പൂര അതായത് ചിന്മുദ്രാധാരണിയും അതിൻ്റെ അടുത്ത താഴെ കർപ്പൂര കണ്ഠോൽക്കരേ ജ്ഞാനമുദ്രാകരേ. ജ്ഞാനമുദ്ര ദേവി ധരിച്ചിട്ടുണ്ട് കയ്യിൽ. അപ്പം ഇവിടെ എല്ലാ സമ്പത്തിൻ്റെയും വിളനിലമായുള്ളവളും, അതിനു മുമ്പ് ചിന്മുദ്രാധാരിണി, ചിന്മുദ്ര ധരിച്ചിരിക്കുന്നു. ഒരു പെരുവരലും ചൂണ്ടുവരലും കൂടെ കൂട്ടിപ്പിടിച്ച് നമ്മുടെ അയ്യപ്പസ്വാമി ഇരിക്കുന്ന ആ മുദ്രയിലാണ്. ചിന്മുദ്ര എന്ന് പറയും അതിനെ. ആ ചിന്മുദ്ര ധരിച്ചിരിക്കുന്നവളും, പിന്നെ താമരപ്പൂ കയ്യിലേന്തിയുള്ളൂ. ഒരു താമരപ്പൂ ഉണ്ട് ദേവിയുടെ കയ്യിൽ. പിന്നെ തൃക്കൈകളാൽ ഐശ്വര്യം വാരിക്കോരിത്തരുന്നവളും. മഹാലക്ഷ്മിയുടെ ഫോട്ടോ കണ്ടാൽ അറിയാം, ഒരു പാത്രത്തിൽ നിന്ന് ഇങ്ങനെ പൈസ താഴോട്ട് വീണുകൊണ്ടിരിക്കുക. അതാണ് ഇവിടെ തൃക്കൈകളാൽ ഐശ്വര്യം വാരിക്കോരിത്തരുന്നവളുമായ ശ്യാമളാദേവി ജയിച്ചാലും. മുക്തമന്ദസ്മിതോദാര വക്ത്രസ്ഫുരൂക താമ്പൂല കർപ്പൂര കണ്ഠോൽക്കരേ ജ്ഞാനമുദ്രാകരേ. ജ്ഞാനമുദ്ര എന്ന് പറഞ്ഞ മുദ്ര ധരിച്ചിരിക്കുന്നവളും സർവസമ്പത്കരെ, സർവസമ്പത്തിൻ്റെയും സമ്പത്തും ദേവിയുടെ കയ്യിലാണത്. പത്മഭാസ്വൽക്കരേ ശ്രീകരേ, എല്ലാ ഐശ്വര്യങ്ങളും ഇതെല്ലാം നൽകുന്നവളുമായ ദേവിക്ക് നമസ്കാരം. അപ്പോൾ മുക്തമന്ദാസ്മിതോദാരവക്ത്രസ്ഫുരത് പൂഗതാംബൂല കർപ്പൂര കണ്ഠോൽക്കരേ
ജ്ഞാനമുദ്രാകരേ സർവസമ്പൽക്കരേ പത്മഭാസ്വൽക്കരേ ശ്രീകരേ. ഇടതടവില്ലാതെ മോഹനമന്ദസ്മിതം തൂകിക്കൊണ്ടിരിക്കുന്ന വായിൽ അടയ്ക്ക കഷ്ണങ്ങൾ ചേർന്ന താമ്പൂലവും ധരിച്ചിരിക്കുന്നവളും ചിന്മുദ്രാധാരിണിയും എല്ലാ സമ്പത്തിൻ്റെയും വിളനിലമായുള്ളവളും കളിത്താമരപ്പൂ കയ്യിലേന്തിയവളും തൃക്കൈകളാൽ ഐശ്വര്യം വാരിക്കോരി തരുന്നവളുമായ ശ്യാമളാദേവി ജയിച്ചാലും എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകം. കുന്തപുഷ്പദ്യുതി സ്നിഗ്ധദന്താവലി നിർമ്മലാലോല കല്ലോല സമ്മേളന സ്മേരശോണാധരേ ചാരുവീണാധരേ പക്വബിംബാധരേ. കുന്തപുഷ്പദ്യുതി സ്നിഗ്ധദന്താവലി നിർമ്മലാലോല കല്ലോല സമ്മേളന സ്മേരശോണാധരേ ചാരുവീണാധരേ പക്വബിംബാധരേ. ഇവിടെ കുന്തപുഷ്പദ്യുതി, കുന്തപുഷ്പം മുല്ലപ്പൂവാണ്. മുല്ലമുട്ടിൻ്റെ വെണ്മ, സ്നിഗ്ധം മിനുമിനുപ്പുള്ളത്, ആലോക കല്ലോലം ഇളകുന്ന തിരമാലകൾ, ആലോല കല്ലോലം. പിന്നെ സ്മേരശോണാധരം ചെഞ്ചൊടികളിൽ പുഞ്ചിരിയോടുകൂടിയവൾ. പക്വബിംബം, ഇവിടെ ബിംബം എന്ന് പറഞ്ഞാൽ കോവയ്ക്കായാണ്, കോവൽപ്പഴം. അതായത് പക്വബിംബം എന്ന് പറഞ്ഞാൽ പഴുത്ത കോവൽപ്പഴം എന്നർത്ഥം, കോവൽപ്പഴം എന്നർത്ഥം. അപ്പം കുന്തപുഷ്പദ്യുതി സ്നിഗ്ധദന്താവലി നിർമ്മലാലോല കല്ലോല സമ്മേളന സ്മേരശോണാധരേ ചാരുവീണാധരേ പക്വബിംബാധരേ. ദേവിയുടെ അധരത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. മുല്ലമുട്ടിൻ്റെ വെണ്മയാർന്ന പല്ലുകളിൽ നിന്നുതിരുന്ന പ്രകാശതരംഗങ്ങളോട് ചേർന്ന് ശോഭിക്കുന്ന ചെഞ്ചൊടികളാൽ പുഞ്ചിരിക്കുന്നവളും, അതായത് ദേവി പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ഭംഗിയേറിയ വീണ കയ്യിലേന്തിയവളും കോവൽപ്പഴത്തിനൊത്ത അധരത്തോടു കൂടിയവളുമായ അമ്മ ജയിച്ചാലും. അതാണ് ഈ ശ്ലോകം. കുന്തപുഷ്പദ്യുതി സ്നിഗ്ധദന്താവലി നിർമ്മലാലോല കല്ലോല സമ്മേളന സ്മേര ശോണാധരേ ചാരുവീണാധരേ പക്വബിംബാധരേ. ഇതുകൊണ്ട് ദേവിയുടെ ചുണ്ടുവരെയുള്ളതായി. ഇനി ശരീരവർണ്ണനയാണ് ദേവിയുടെ. ശ്യാമളായ ശരീരവർണ്ണനാക. അതാണ് ഇനി അടുത്ത ശ്ലോകം. വായിക്കാം. സുലളിത നവയൗവനാരംഭ ചന്ദ്രോദയദ്വേലലാവണ്യ ദുഗ്ധാർണവാവിർഭവത് കമ്പുബിംബോകൃത്കന്ധരേ സത്കലാമന്ദിരേ മന്ധരേ. സുലളിത നവയൗവനാരംഭ ചന്ദ്രോദയോദ്വേലലാവണ്യ ദുഗ്ധാർണവാവിർഭവത് കമ്പുബിംബോകൃത്കന്ധരേ സത്കലാമന്ദിരേ മന്ധരേ. സുലളിത നവയൗവനാരംഭ ചന്ദ്രോദയോദ്വേലലാവണ്യം ദുഗ്ധ അർണവ ആവിർഭവത് കിംബുബിംബോകൃത്കന്ധരേ. ദേവിയുടെ കഴുത്തിനെയാണ്, ഗ്രീവം കഴുത്തിനെയാണ് ഇവിടെ കന്ധരത്തെയാണ് ഇവിടെ പറയുന്ന, കഴുത്തിനെയാണ് വർണ്ണിക്കുന്നത്. ഉദ്വേളം എന്ന് പറഞ്ഞാൽ വേലിയേറ്റം, കമ്പു എന്ന് പറഞ്ഞാൽ ശംഖിൻ്റെ പേരാണ് കമ്പു. മന്ധര എന്നിവിടെ പറഞ്ഞാൽ മന്ദമായി ചലിക്കുന്നവൾ. ഇന്ദായാണ് ഈ നായും തായിത്തായുടെ ഇത്തായും മന്ധര. കന്ധരം അത് നായും ഇദ്ദായുമാണ് കന്ധരം, കഴുത്ത്. അപ്പം ലളിതമായ പുതു യൗവനത്തിൻ്റെ ആരംഭമാകുന്ന ചന്ദ്രോദയത്താൽ വേലിയേറ്റമുണ്ടായ സൗന്ദര്യമാകുന്ന പാൽക്കടലിൽ നിന്നും ആവിർഭവിച്ച ശംഖുപോലെയുള്ള കഴുത്തോടു കൂടിയവളും എല്ലാ സൽക്കലകളുടെയും ഉറവിടവും മദാലസയുമായ ശ്യാമളാദേവി ജയിച്ചാലും എന്നർത്ഥം. ഒന്നുകൂടെ ചൊല്ലാം. സുലളിത നവയൗവനാരംഭ ചന്ദ്രോദയോദ്വേലലാവണ്യ ദുഗ്ധാർണവാവിർഭവത് കമ്പുബിംബോകൃത്കന്ധരേ
സത്കലാമന്ദിരേ മന്ദരേ. ലളിതമായ പുതുയൗവനത്തിൻ്റെ ആരംഭമാകുന്ന ചന്ദ്രോദയത്താൽ ഉണ്ടായ സൗന്ദര്യമാകുന്ന പാൽക്കടലിൽ നിന്ന് ആവിർഭവിച്ച ശംഖു പോലെയുള്ള കഴുത്തോടു കൂടിയവളും എല്ലാ കലകളുടെയും ഉറവിടവും മദാലസയുമായ ശ്യാമളാദേവി ജയിച്ചാലും. അടുത്ത ശ്ലോകം നോക്കാം. ദിവ്യരത്നപ്രഭാബന്ധുരച്ഛന്ന ഹാരാതിഭൂഷ സമുദ്യോതമാനാനവദ്യാംശു ശോഭേ ശുഭേ. അതായത് ദിവ്യ രത്നപ്രഭാബന്ധുരച്ഛന്ന ഹാരാതിഭൂഷ സമുദ്യോതമാനാനവദ്യാംഗ സുശോഭേ ശുഭേ. ഛന്നം എന്ന് പറഞ്ഞാൽ മറയ്ക്കപ്പെട്ടത്, അതായത് അലങ്കരിക്കപ്പെട്ട, മറയ്ക്കപ്പെട്ട എന്നൊക്കെ അർത്ഥം. ഇവിടെ അലങ്കരിക്കപ്പെട്ട എന്നർത്ഥം, മറയ്ക്കപ്പെട്ട എന്നല്ല ഛന്നത്തിൻ്റെ അർത്ഥം. അപ്പം ദിവ്യരത്നപ്രഭാ ബന്ധു, ദിവ്യരത്നങ്ങളുടെ പ്രഭയാൽ ഉജ്ജ്വലകാന്തി വഹിക്കുന്ന മുത്തുമാല തുടങ്ങിയ ഹാരാതിഭൂഷ, ഹാരങ്ങൾ, മുത്തുമാല തുടങ്ങിയ ആഭരണങ്ങൾ കൊണ്ട് സമുദ്യോത എന്ന് പറഞ്ഞാൽ മനോഹരമായ, അത് അലങ്കരിക്കപ്പെട്ട മനോഹരമായ അവയവങ്ങളാൽ ശോഭിക്കുന്നവളും, ഹാരാതിഭൂഷ സമുദ്യോതമാനാനവദ്യം ശോഭിക്കുന്നവളും ഐശ്വര്യവതിയുമായ ശ്യാമളാദേവി ജയിച്ചാലും. ദിവ്യരത്നപ്രഭാബന്ധുരച്ഛന്ന ഹാരാതിഭൂഷ സമുദ്യോതമാനാനവദ്യാംഗ സുശോഭേ ശുഭേ. സുശോഭേ എന്ന് പറഞ്ഞാൽ നല്ല ശോഭയുള്ളവൾ, ഐശ്വര്യവതിയായവൾ. അപ്പം ദിവ്യരത്നങ്ങളുടെ പ്രഭയാൽ ഉജ്ജ്വലകാന്തി വഹിക്കുന്ന മുത്തുമാല തുടങ്ങിയ ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട മനോഹരമായ അവയവങ്ങളാൽ ശോഭിക്കുന്നവളും ഐശ്വര്യവതിയുമായ ശ്യാമളാദേവി ജയിച്ചാലും എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ അത് രണ്ടും ഒന്നും കൂടി വായിക്കാം. സുലളിത നവയൗവനാരംഭ ചന്ദ്രോദയദ്വേലലാവണ്യ ദുഗ്ധാർണവാവിർഭവത്കമ്പു ബിംബോകഭൃത്കന്ധരേ സത്കലാമന്ദിരേ മന്ദരേ. ദിവ്യരത്നപ്രഭാബന്ധുരച്ഛന്ന ഹാരാതിഭൂഷ സമുദ്യോത മാനവനദ്യാംഗ ശുശോഭേ ശുഭേ. അടുത്ത ശ്ലോകം. രത്നകേയൂരരശ്മിച്ഛടാ പല്ലവ പ്രോല്ലസദ്ദോർലതാരാജിതേ യോഗിഭിः പൂജിതേ. രത്നകേയൂരരശ്മിച്ഛടാ പല്ലവ പ്രോല്ലസദ്ദോർലതാരാജിതേ യോഗിഭിः പൂജിതേ. ദോഹോ, കൈകളെയാണ്, ദേവിയുടെ കൈകളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയുള്ള കൈകളാണ്? രത്നകേയൂരരശ്മിച്ഛട, രശ്മിച്ഛട, ഇവിടെ ഛട എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നർത്ഥം. കേയൂരം എന്ന് പറഞ്ഞാൽ തോൾവളകൾ, ഛട എന്ന് പറഞ്ഞാൽ കൂട്ടം, ദോഹോ എന്ന് പറഞ്ഞാൽ കൈ, ബാഹുക്കൾ, ദോർലത എന്ന് പറഞ്ഞാലോ ഭുജവല്ലി, കൈകളാകുന്ന വള്ളി. അപ്പോൾ വള്ളി പോലെയുള്ള കൈത്തണ്ട ദേവിയുടെ വള്ളി പോലെയുള്ള കൈത്തണ്ടകൾ. അപ്പോൾ രത്നം പതിച്ച തോൾവളകളിൽ നിന്നുതിരുന്ന കാന്തിപ്രസരമാകുന്ന ഇളം തളിരുകളോടുകൂടി മനോഹരമായി കാണപ്പെടുന്ന ഭുജവല്ലികളോടുകൂടിയവളും യോഗികളാൽ പൂജിക്കപ്പെടുന്നവളുമായ അമ്മ ജയിച്ചാലും എന്നർത്ഥം. രത്നകേയൂരരശ്മിച്ഛട പല്ലവ പ്രോല്ലസദ്ദോർലതാരാജിതേ യോഗിഭിः പൂജിതേ. രത്നം പതിച്ച തോൾവളകളിൽ നിന്നുതിരുന്ന കാന്തിപ്രസരമാകുന്ന ഇളന്തരലുകളോടുകൂടി മനോഹരമായി കാണപ്പെടുന്ന ഭുജവല്ലികളോടുകൂടിയവളും യോഗികളാൽ പൂജിക്കപ്പെടുന്നവളുമായ അമ്മ ജയിച്ചാലും. അടുത്ത ശ്ലോകം. വിശ്വദിങ്മണ്ഡലവ്യാപി മാണിക്യ തേജസ്ഫുരൽക്കങ്കണാലങ്കൃതേ
വിഭ്രമാലങ്കൃതേ സാധുപി സൽകൃതേ വിശ്വദിങ്മണ്ഡലവ്യാപി മാണിക്യതേജസ്ഫുരത് കങ്കണാലങ്കൃതേ വിഭ്രമാലങ്കൃതേ സാധുകൈ സത്കൃതേ. വിശ്വദിക്മണ്ഡലവ്യാപി, വിശ്വം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അല്ലേ. അപ്പോൾ ലോകം മുഴുവൻ എല്ലാ ദിക്കുകളിലും വ്യാപിച്ചിരിക്കുന്ന മണ്ഡലവ്യാപി മാണിക്യതേജ, മാണിക്യശോഭയാൽ വെട്ടിത്തിളങ്ങുന്ന സ്ഫുരത് എന്ന് പറഞ്ഞാൽ വെട്ടിത്തിളങ്ങുന്ന കങ്കണാലങ്കൃത, കങ്കണം കൈവളകൾ. അപ്പം വളകൾ അണിഞ്ഞവളും കൈയാണ് ദേവിയുടെ കയ്യെപ്പറ്റിയാണ് വിവരിക്കുന്നത്. ചലനവിശേഷത്താൽ അലങ്കൃതയും സാധുജനങ്ങളാൽ സൽക്കരിക്കപ്പെട്ടവളുമായ ശ്യാമളാദേവി വിജയിക്കട്ടെ. വിശ്വദിഗ്മണ്ഡലവ്യാപി മാണിക്യ തേജസ്ഫുരൽ കങ്കണാലങ്കൃതേ വിഭ്രമാലങ്കൃതേ സാധുകൈ സൽകൃതേ. അടുത്ത ശ്ലോകം. വാസരാരംഭവേലാസമുജൃംഭ ആണാരവിന്ദ പ്രതിദ്വന്ദ്വിപാണിദ്വയേ സന്തോദധ്യയേ അദ്വയേ. വാസരാരംഭവേലാസമുജൃംഭാണമാണാരവിന്ദ പ്രതിദ്വന്ദ്വിപാണിദ്വയേ സന്തോദ്യദ്വയേ അദ്വയേ. വാസരാരംഭം എന്ന് പറഞ്ഞാൽ പ്രഭാതം, ഉജൃംഭമാണ് വിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രതിദ്വന്ദ്വി എന്ന് പറഞ്ഞാൽ ശത്രു. അപ്പം പ്രഭാതത്തിൽ വിരിയുന്ന ചെന്താമരപ്പൂക്കളോട് കിടപിടിക്കുന്ന ദേവിയുടെ കൈകളെ പറയുന്ന തൃക്കൈകളാർന്നവളും സദാസമയവും ദയ ചൊരിയുന്നവളും അദ്വയയും. അദ്വയ എന്ന് പറഞ്ഞാൽ ഏകയാണ് ദേവി, ദ്വിതീയ ഇല്ല. അപ്പം അദ്വയയും ആയ ശ്യാമളാദേവി ജയിച്ചാലും. അപ്പോൾ ആ ദേവിയുടെ കൈകളെ വർണ്ണിച്ചു. ഒന്നും കൂടി ചൊല്ലാം. വാസരാരംഭവേലാസമുജൃംഭാണമാരവിന്ദം, അരവിന്ദാണ്. ജൃംഭമാണാരവിന്ദം, ജൃംഭമാണം അരവിന്ദ, അത് ണാന്നുള്ള ആകാരം കൊണ്ട് അതാ. വാസരാരംഭവേലാസമുജൃംഭമാണാരവിന്ദ പ്രതിദ്വന്ദ്വി പാണിദ്വയേ സന്തോദ്യദ്വയേ അദ്വയേ. സന്തോദ്യദ്വയേ എന്ന് പറഞ്ഞാൽ എപ്പോഴും സദാസമയവും ദയ ചൊരിയുന്നവളും ആയ ശ്യാമളാദേവി ജയിച്ചാലും. അടുത്ത ശ്ലോകം. ദിവ്യരത്നോർമികാദീതി സ്തോമസന്ധ്യായമാനാങ്കുലി പല്ലവോദ്യന്നഖേന്ദുപ്രഭാമണ്ഡലേ സന്നതാഖണ്ഡലേ ചിത്പ്രഭാമണ്ഡലേ പ്രോലസത്കുണ്ഡലേ. ദിവ്യരത്നോർമികാദീതി, ദിവ്യരത്ന ഊർമിക ദീതിഥി എന്ന് പറഞ്ഞാൽ ദിവ്യരത്നങ്ങളിൽ നിന്നും അലയടിച്ചുയരുന്ന പ്രകാശരശ്മികളുടെ ആ തുടുപ്പിനാൽ സന്ധ്യാശോഭ കലർന്ന സന്ധ്യായമാനാങ്കുലി. ദിവ്യരത്നോർമികാദീതിഥി സ്തോമസന്ധ്യായമാനാങ്കുലി പല്ലവോദ്യന്നഖേന്ദുപ്രഭാമണ്ഡലേ സന്നതാഖണ്ഡലേ ചിത്പ്രഭാമണ്ഡലേ പ്രോലസത്കുണ്ഡലേ. ഇവിടെ ഊർമിക എന്ന് പറഞ്ഞാൽ ചെറിയ തിരമാലകൾ, ഊർമി എന്ന് പറഞ്ഞാൽ തിരമാലയാണല്ലോ. ദിവ്യരത്നോർമിക എന്ന് പറഞ്ഞാൽ ദിവ്യമായ രത്നങ്ങൾ, ആ രത്നങ്ങളിൽ നിന്ന് അലയടിച്ചു വരുന്ന ദീതിഥി എന്ന് പറഞ്ഞാൽ രശ്മി. സ്തോമം എന്ന് പറഞ്ഞാൽ കൂട്ടം, ആ രശ്മികളുടെ കൂട്ടത്താൽ ആഖണ്ഡലൻ. ആഖണ്ഡലൻ എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രൻ്റെ വേറൊരു പേര് ആഖണ്ഡലൻ, ദേവേന്ദ്രൻ. പ്രോല്ലസത്
എന്ന് പറഞ്ഞാൽ നല്ലപോലെ പ്രകർഷേണ ലസിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശോഭയുള്ള എന്നർത്ഥം. അപ്പം ദിവ്യരത്നങ്ങളിൽ നിന്നും അലയടിച്ചു വരുന്ന പ്രകാശ രശ്മികളുടെ തുടുപ്പിനാൽ സന്ധ്യാശോഭ കലർന്ന ഇളം തളിരൊത്ത കൈവിരൽ തുമ്പിൽ അമ്പിളിക്കലയൊത്ത നഖങ്ങളുടെ പ്രകാശമാർന്നവളും. അപ്പോൾ ദേവിയുടെ നഖങ്ങളെയാണ് ഇവിടെ വർണ്ണിച്ചത്. ദേവരാജനാൽ നമിക്കപ്പെട്ട ദേവരാജൻ ഇന്ദ്രനാൽ നമസ്കരിക്കപ്പെട്ട അല്ലെങ്കിൽ നമസ്കരിക്കപ്പെടുന്നവളും സ്വശരീരത്തിൽ നിന്നുത്ഭവിക്കുന്ന ചിത്പ്രകാശത്താൽ, അതാണിവിടെ സന്നദ്ധാഖണ്ഡലെ ചിത്പ്രഭാമണ്ഡലെ, അതാണ് സ്വന്തം ശരീരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചിത്ത് പ്രകാശത്താൽ. ചിത്പ്രകാശം ചിത്തെന്ന് പറഞ്ഞാൽ മനസ്സ്. അപ്പോൾ ആ പ്രകാശത്താൽ പരിവേഷം ചാർത്തിയവളും ഇളകിക്കളിക്കുന്ന ശോഭയേറിയ കുണ്ടലങ്ങൾ അണിഞ്ഞവളുമായ അമ്മ ജയിച്ചാലും. പ്രോല്ലസത് കുണ്ടലേ, നല്ലപോലെ ലസിക്കുന്ന കുണ്ടലങ്ങൾ ധരിച്ചവളും. കുണ്ടലം ദേവിയുടെ കാതിൽ കിടക്കുന്ന കുണ്ടലങ്ങൾ. അങ്ങനെയുള്ള അമ്മ ജയിച്ചാലും. ദിവ്യരത്നോർമികാതിഥിസ്തോമസന്ധ്യായമാനാങ്കുലി പല്ലവോദ്യന്നഖേന്ദു പ്രഭാമണ്ഡലേ സന്നദ്ധാഖണ്ഡലേ ചിത്പ്രഭാമണ്ഡലേ പ്രോല്ലസത് കുണ്ടലേ. അതിൻ്റെ അർത്ഥം ഒന്നുകൂടെ പറയാം. ദിവ്യരത്നങ്ങളിൽ നിന്നും അലയടിച്ചു വരുന്ന പ്രകാശരശ്മികളുടെ തുടുപ്പിനാൽ സന്ധ്യാശോഭ കലർന്ന ഇളം തളിരൊത്ത കൈവിരൽ തുമ്പിൽ അമ്പിളിക്കലയൊത്ത നഖങ്ങളുടെ പ്രകാശമാർന്നവളും ദേവരാജനാൽ നമിക്കപ്പെടുന്നവളും സ്വശരീരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചിത്പ്രകാശത്താൽ പരിവേഷം ചാർത്തിയവളും ഇളകിക്കളിക്കുന്ന ശോഭയേറിയ കുണ്ടലങ്ങൾ അണിഞ്ഞവളുമായ അമ്മ ജയിച്ചാലും എന്ന്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തിയിട്ട് അടുത്ത വീഡിയോയിൽ ബാക്കി.